സാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം MLA ഇയാളെ തേടി പോലീസ് നാനാപാടും തിരയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഡ്രൈവർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ എന്താവും? അടുത്ത പിടി ഇയാളിലേക്ക് എത്തുമോ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുമ്പിൽ വാതിലുകളൊക്കെ അടഞ്ഞു കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുൻകൂർ ജാമ്യത്തിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. സത്യത്തിൽ ആ കേസ് തന്നെ, ആ ഹർജി തന്നെ അപ്രസക്തമായി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കേസ് മാത്രം ഉണ്ടായിരുന്നപ്പോഴാണ് ഈ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുന്നത്. കാരണം അത് കഴിഞ്ഞ് രണ്ടാമത്തെ കേസ് വന്നു. അപ്പം ഇനി മുൻകൂർ ജാമ്യം അപ്രസക്തമാകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യത്തിൽ വകുപ്പില്ലാത്ത വണ്ണം തന്നെ കേസ് സ്ട്രോങ് ആയിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ആയാൽ തന്നെ, ജാമ്യം കിട്ടിയാൽ തന്നെ രണ്ടാമത്തെ കേസ് വന്നല്ലോ, അതിൽ അറസ്റ്റിലാവുമല്ലോ. അത് ബലാത്സംഗ കേസാണ്. അതിൻ്റെ അകത്ത് മറ്റേ കേസിലൊരു ആർഗ്യുമെന്റ് ഇവർ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് ആണല്ലോ കൊണ്ടിരുന്നത്. രണ്ടാമത്തേതിൽ നേരിട്ട് ബലാത്സംഗമാണ്. അതിൻ്റെ അകത്ത് കൺസെൻഷ്വൽ എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ്, ഉഭയസമ്മതം എന്ന് പറഞ്ഞ സംഗതി രണ്ടാമത്തെ പരാതിയിലില്ല. ആ കുട്ടി നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചിനെയൊക്കെ സമീപിച്ചിരുന്നതാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുൻകൂർ ജാമ്യത്തിന് പോയപ്പോൾ രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ കാര്യം ക്രൈംബ്രാഞ്ചിന് അറിയാവുന്നതാണ്. ഈ കുട്ടിയെ അവർ കോണ്ടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പൊ 2 സംഘമാണ്, 2 SIT ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഒരെണ്ണം ഈ കേസ്, 2 ഈ ബാംഗ്ലൂരിലെ 23 വയസ്സുള്ള കുട്ടിയുടെ കേസ്. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസുകൾ ഇതിൻ്റെ അകത്ത് വരാനുണ്ട്. ഉദാഹരണത്തിന് 17 വയസ്സുള്ള ഒരു കുട്ടിയുടെ കേസുണ്ട്, വന്നേക്കാം എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ 2ാം വർഷം ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടി രംഗത്ത്. ഒന്നാമത് ഇത്തരം കേസുകളിൽ പെൺകുട്ടികൾക്ക് വരാനായിട്ടൊരു ബുദ്ധിമുട്ടില്ലേ? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീഡനം അവരനുഭവിച്ച് കഴിഞ്ഞാണല്ലോ. ഇത് കഴിഞ്ഞുള്ള ഇനി കോടതി മുറികളിലൊക്കെ വന്നിട്ട് ഈ ക്രോസ് വിസ്താരം ഉണ്ടല്ലോ, പ്രതിയുടെ വക്കീലൊക്കെ വിസ്തരിക്കുന്ന, ഇതൊക്കെ വലിയ പീഡനങ്ങളാണ് അനുഭവിക്കുന്നത്. മെന്റൽ ട്രോമ. ഇത് ഇന്ന ചോദ്യം നിങ്ങൾ ചോദിക്കരുതെന്നൊക്കെ ജഡ്ജിയൊക്കെ പറയുകയൊക്കെ ചെയ്യും. അതിനേക്കാൾ കടുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും പിന്നെയും വരുന്നത്. കാരണം ഇതിന്റെ സൂക്ഷ്മമായ ഡീറ്റെയിൽസിലേക്കൊക്കെ ഈ ചില ഇൻകാമറ ഈ വിസ്താരങ്ങൾ നടന്നതിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ എൻ്റെ പത്രപ്രവർത്തന കാലത്ത് വായിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സൂര്യൻ എന്ന നെല്ലി കേസ് പോലെ ഉള്ള കേസുകളുടെയൊക്കെ നമുക്ക് വല്ലാതെ തോന്നും. ഈ ചോദ്യവും ഉത്തരവും ഒക്കെ നമുക്ക് കാണാമല്ലോ. സത്യത്തിൽ ഇതൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വായിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇൻ ക്യാമറ ആണെങ്കിൽ പോലും ഈ വല്ലാത്ത പീഡനങ്ങളിൽ കൂടി പിന്നെയും കടന്നു പോകാൻ അത്രമാത്രം മനസ്സിന് കട്ടിയുള്ള ആളുകൾക്ക് ഇത് പറ്റുള്ളൂ. ഇതാണ് ഈ പെൺകുട്ടികൾ രംഗത്തൊക്കെ വരാത്തത്. പലതരമാണല്ലോ സൈബർ ആക്രമണങ്ങൾ. ഈ മാങ്കൂട്ടത്തിനെ പോലുള്ള ഈ പെർവർട്ടഡ് സൈക്കോപാത്തുകൾ ഉണ്ടല്ലോ, ഇയാളും ഈ ഒരു സീരിയൽ കില്ലറും തമ്മിൽ എന്താ വ്യത്യാസം? ഇയാളും ഇതിൻ്റെ അകത്തൊരു പാറ്റേൺ ഉണ്ടല്ലോ. ഇയാൾ വിളിച്ചു വരുത്തുക. ഈ 2ാമത്തെ കുട്ടിയുടെ കേസിൽ പറയുന്നതേ, ഈ ബലാത്സംഗത്തിന് ശേഷം മുറിവൊക്കേറ്റ ശേഷം എന്നാ പിന്നെ നമുക്ക് പോയാലോ എന്നുള്ള ഒരൊറ്റ ചോദ്യം ഇയാൾ ചോദിക്കുന്നുള്ളൂ. ഇതിന് ശേഷം ഈ മനോഭാവമാണ് ഇയാള് ഈ എല്ലാ സ്ത്രീകളോടും കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ MA ഷഹനാസ് എന്നല്ലേ കുട്ടി, ആ യൂത്ത് കോൺഗ്രസിലെ പെൺകുട്ടി. അല്ല, നമുക്ക് ഒന്നിച്ചു പോകാമായിരുന്നല്ലോ ഡൽഹിയിലേക്ക്, മറ്റേ സമരത്തിന്, CAA സമരത്തിന്. അപ്പൊ ആ കുട്ടി വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംഘമായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ സമരത്തിന് പോകുന്നതിനെ പറ്റിയാ ചോദിച്ചത്. അപ്പൊ ആ കാര്യം ആ കുട്ടി പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ 2 പേരും പോകുന്നതിനെ പറ്റിയാണ് എന്നാണ് ഷഹനാസിനോട് ഇയാൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇയാൾ ഈ സ്ത്രീകളെ, പെൺകുട്ടികളെ ശരീരം മാത്രം കാണുന്ന ഒരു പെർവർട്ടഡ് സൈക്കോപാത്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ സീരിയൽ കില്ലേഴ്സിന് ഒരു പാറ്റേൺ ഉണ്ടല്ലോ. അതെ, നമ്മളൊരു ഈ സയനൈഡ് മോഹന്റെ കാര്യമൊക്കെ ചർച്ച ചെയ്തില്ലേ? ചിലർ ചുറ്റിക ആണ് ഉപയോഗിക്കുന്നത്, മറ്റേ സയനൈഡ് എന്ന് പറയുന്ന പോലെ ഒരാളെ കിട്ടിയാൽ ഇങ്ങനെ ഇയാൾ ചെയ്യുന്നതിന്റെ പാറ്റേൺ എന്താണെന്നറിയോ? വിവാഹ വാഗ്ദാനം, പിന്നെ
എനിക്ക് നിന്നിൽ കുട്ടിയെ വേണം, ഇല്ലേ? അതെ. ആ ബാംഗ്ലൂരിലെ കുട്ടി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാരുടെ മുമ്പിൽ ആ കുട്ടി സംസാരിച്ചിട്ടുണ്ട്, ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നു, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ വീട്ടുകാരുമായിട്ട് ഈ കുട്ടി ആദ്യം സംസാരിക്കുന്നുണ്ട്, ഇയാളെ കാണാൻ പോകുന്നതിന് പിന്നെ കാണാൻ പോകുന്നതിന് മുമ്പേ. അപ്പോൾ വീട്ടുകാർ ആദ്യം സമ്മതിക്കുന്നില്ല, ഇയാൾക്കൊരു കരിയർ ഇല്ലല്ലോ. പിന്നെ ഇയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയി. അപ്പോൾ വീട്ടുകാരന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ ആ സമയത്താണ് ഇയാൾ ഈ കുട്ടിയെ വെക്കേഷന് വന്നപ്പോൾ ആ ഫെന്നി നൈന എന്ന് പറഞ്ഞിരുത്തില്ലേ, ഇപ്പൊ സ്ഥാനാർത്ഥിയാ, അയാള് ഏതോ ഹോം സ്റ്റേയിലേക്കോ മറ്റോ കൊണ്ടുപോകുന്നത്. അപ്പോഴും ഇയാൾ ഉടനെ കയറി പിടിച്ചു എന്നാണ് ആ പെൺകുട്ടിയുടെ, അത് വായിച്ചില്ലേ ആ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തൊരു പാറ്റേൺ ഉണ്ട്. ഞാൻ വിവാഹം കഴിക്കാം ഒന്ന്, അത് കഴിഞ്ഞ് കുട്ടിയെ വേണം, ഇങ്ങനെ അങ്ങ് പോവുകയാണത്. പിന്നെ തട്ടിക്കളയുക. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ നിന്ന് കോൺഗ്രസിന്റെ നേതാക്കൾക്ക്, അല്ലെ അയാളെ വളർത്തിക്കൊണ്ട് വന്നവർക്കൊക്കെ ഇയാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവ വൈകൃതം ഉണ്ടെന്ന് അറിയാഞ്ഞിട്ടാണോ? അല്ലല്ലോ, അറിയാമായിരുന്നിട്ടും പിന്നെ ഇയാളെ അടുത്ത പദവിയിലേക്ക് വളർത്തുക. നല്ല ചോദ്യം. കാരണം ഷഹനാസ് എന്ന് പറഞ്ഞ കുട്ടി പറയുന്നത് എന്താണെന്നറിയോ? ഇത് ഷാഫി പറമ്പിലിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. MP ആണ്. ഷാഫി പറമ്പിൽ ആണല്ലോ ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാനായിട്ട് ഞാൻ ഒരുപാട് വേർപ്പൊഴുക്കിയതാണെന്ന് ഷാഫി പറമ്പിൽ അഡ്മിറ്റ് ചെയ്തല്ലോ. അതെ. ആ ഷാഫി പറമ്പിലിനെ അറിയാത്തതാണോ ഇയാളുടെ ഈ പശ്ചാത്തലം? സകല കോൺഗ്രസ്സുകാർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ വേറൊരു ചാനലുമായി ബന്ധപ്പെട്ടൊരു കുട്ടി ഉണ്ടല്ലോ, പരാതിയില്ലാത്തത്, അതും ഇങ്ങനെ തന്നെ ആണല്ലോ. അതിൻ്റെ അകത്ത് ഈ പാറ്റേൺ ഉണ്ട്, ഈ അലസിപ്പിക്കുക തുടങ്ങിയ പാറ്റേണൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ രണ്ടാമത്തതിൻ്റെ അകത്ത് വന്നപ്പോൾ ഈ നിർബന്ധിത ഗർഭഛിദ്രം എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം വരുന്നുണ്ടല്ലോ. ആ കേസിൽ ഇയാൾ പറയുന്ന ആർഗ്യുമെന്റ് മുഴുവൻ പൊളിയുന്നുണ്ടല്ലോ. വിവാഹിതയാണ് തുടങ്ങിയ പൊള്ള ആർഗ്യുമെന്റുകളാണല്ലോ അതൊക്കെ ഡിസ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. ഒരു IAS ഓഫീസറുടെ പരാതി കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ വന്നിട്ടുണ്ടല്ലോ. ഇനി റിട്ടയർ ചെയ്യാനായിട്ട് 1.5 വർഷം മാത്രം ബാക്കിയുള്ള ഉണ്ടോ? അങ്ങനെ ഒരു പരാതി ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറയട്ടെ. നല്ല പ്രായമുള്ള ഒരു MLA-യുടെ, വനിതാ MLA-യുടെ പരാതിയില്ലേ? അപ്പോൾ പിന്നെ ഹണി ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുടെ ഇല്ലേ പരാതിയില്ലേ? അത് ഈ ലെവലിലേക്കൊന്നും പോകാൻ അവർ അനുവദിച്ചില്ല. ഷഹനാസിൻ്റെ ആ ലെവലിലൊക്കെ അത് വന്നുള്ളൂ. പിന്നെയാണ് ചിലപ്പോൾ ഒരു പോക്സോ കേസ് വരാവുന്ന വിധത്തിലൊരു പരാതി ഉണ്ട് എന്ന് തോന്നുന്നത്. പിന്നെ ഈ KSUവിൻ്റെ വനിതാ പ്രവർത്തകരില്ലേ, ഒരു MP-യുടെ പരാതിയില്ലേ, കോൺഗ്രസ്സുകാരൻ MP-യുടെ, അത് കോൺഗ്രസ്സുകാർക്കറിയില്ലേ? അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ടത്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. വളരെ ഗുരുതരമായ ആരോപണമാണ്. ഇപ്പം തന്നെ നമ്മൾ 5-6 ഡസൻ ഇല്ലേ, ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് അറിയാവുന്നതാണ്. സണ്ണി ജോസഫ് പറയുന്ന ഒരെണ്ണം നേരത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഇടപെടേണ്ടി വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ സണ്ണി ജോസഫിനെ മറ്റേ സംശയത്തിന്റെ ആനുകൂല്യം നിർത്തി മാറ്റി നിർത്താം. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായിട്ട് കുറച്ച് ദിവസം കാലല്ലേ ആയുള്ളൂ. കണ്ണൂരുകാരനാണ്, വലുതായിട്ട് അറിയണമെന്നില്ല അല്ലേ? K. സുധാകരൻ ത്രൂ ഔട്ട് പ്രൊട്ടക്ട് ചെയ്ത് നടന്നിട്ടില്ലേ? സുനിജിക്ക് ഓർമ്മയുണ്ടാവില്ലായിരിക്കും, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നല്ല ഓർമ്മയാണ്. ഒരു 30 കൊല്ലം മുമ്പ്, ഒരു 1987-90 കാലത്ത് കണ്ണൂർ പ്രസ് ക്ലബിൽ പുഷ്പ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ K. സുധാകരനെതിരെ പത്രസമ്മേളനം നടത്തിയിരുന്നു. പഴയ ഫയലുകൾ എടുത്തു നോക്കുക, ഞാൻ പേര് പോലും ഓർക്കുന്നുണ്ടല്ലോ. അന്നൊക്കെ ഈ സമൂഹ മാധ്യമമില്ല, TV ചാനലില്ല, പത്രത്തിൽ വരുന്ന വാർത്ത മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സുധാകരൻ ഇത്തരം അവസ്ഥകളിൽ കൂടെ കയറിപ്പോയിട്ടുള്ള ഒരാളാണ്. ആ KPCC ഈ പരാതികളൊക്കെ ഉണ്ടാവുമ്പോൾ ഉള്ള KPCC പ്രസിഡന്റ് K. സുധാകരൻ. അപ്പൊ അതുകൊണ്ട് ഇത്തരം സംഭവമൊക്കെ വരുമ്പോൾ അപ്പൊ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യമായിട്ട് അത് മാറുകയാണോ? അതിപ്പോ നെഹ്റു തുടങ്ങിയാൽ പിന്നെ ആ ചർച്ചയിലേക്ക് കയറി കഴിഞ്ഞാൽ ആകെ വഷളായി പോകുമല്ലോ. അപ്പോൾ ശ്രദ്ധാമാതയുടെ ഒക്കെ കഥയൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളതല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അകത്തൊക്കെ ഡിജിറ്റൽ തെളിവുകൾ, മെഡിക്കൽ ഇല്ലേ, ഡോക്ടർമാർ ചികിത്സിച്ച ഡോക്ടർമാരുടെ തെളിവ് ഒക്കെ
അതിൻ്റെ അകത്ത് ഞാൻ ഈ ഭാഗം ചർച്ച ചെയ്ത് തീർന്നതാണ്. കാരണം ഇയാൾക്ക് ഇത്രമാത്രം ശിക്ഷ കിട്ടാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചതാണല്ലേ. കാരണം നിർബന്ധിത ഗർഭഛിദ്രം എന്ന് പറഞ്ഞ സാധനം മറ്റേതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് മറ്റേ ചാനൽ മുതലാളി പറഞ്ഞു നീ കൊണ്ടുപോയി കേസ് കൊടുക്ക് എന്നൊക്കെയാണ് ഈ മാങ്കൂട്ടം പറയുന്നത്. അതൊക്കെ പ്രസക്ത. നീ ചാനൽ മേധാവി പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇങ്ങനൊരു ബലാത്സംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നീ ഇതൊക്കെ സഹിക്കുന്നാണോ ചാനൽ മുതലാളി പറയണ്ടേ? അല്ലല്ലോ, അല്ല, കൊണ്ടുപോയി കേസ് കൊടുക്കുന്നല്ലേ. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണല്ലോ. പറഞ്ഞിരിക്കാനൊന്നും ഒരു സാധ്യതയില്ല. ഇനി മുതലാളി ചാനൽ ബോസ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയേണ്ടത് അങ്ങനെ തന്നെയല്ലേ, കേസ് കൊടുക്കുക എന്നുള്ളതല്ലേ. ഇപ്പൊ KCC PCC പ്രസിഡന്റിനൊരു പരാതി കിട്ടിയപ്പോൾ അത് പോലീസിന് കൊടുക്കുകയല്ലേ ചെയ്തേ സണ്ണി ജോസഫ്. അങ്ങനെ ലോയർ ആയതുകൊണ്ട് ഐ ആം ബൗണ്ട് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പൊ ഇതിൻ്റെ അകത്ത് സകല വഴികളും അടഞ്ഞിരിക്കുന്നു. യാത്രാപഥം അറിയാം. ഞാൻ മനസ്സിലാക്കുന്നത് അത്യാവശ്യം പോലീസിന്റെ വലയിലാണ് എന്നുള്ളതാണ് രാഹുൽ. കാരണം ബാംഗ്ലൂർ എന്ന് മാത്രമല്ല, ബംഗളൂരു എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ധർമ്മഗിരി ജില്ലയിലാണ്. അത് ഈ തമിഴ്നാട് കർണാടക അതിർത്തി, ഈ വീരപ്പൻ്റെ ഒക്കെ മേഖലയില്ലേ, സത്യമംഗലം വനം, അത് ധർമ്മഗിരി ജില്ലയാണ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്. അവിടെ നിന്ന് ഈ മറ്റേ വീരപ്പൻ രാജ്കുമാറിനെയൊക്കെ തട്ടിക്കൊണ്ടുപോയി നടൻ. ഈ അതിർത്തി പ്രദേശം നമ്മൾ കാറിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ ധർമ്മഗിരി വഴിയാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ധർമ്മഗിരിയാണ് വരുന്നത്. അപ്പൊ ഈ ബംഗളൂരു എന്ന് പറഞ്ഞ സ്ഥലം വരെയൊക്കെ ഈ ചുവന്ന പോളോ ഇല്ലേ, 3 കാർ ഉപയോഗിച്ചു എന്നുള്ളതല്ലേ. ചുവന്ന പോളോയുടെ ഉടമ ആയ നടിയെയൊക്കെ പോലീസ് ചോദ്യം ചെയ്തതാണ്. അപ്പോ ആ ഒരു ഡ്രൈവറെ, 3 കാറിലെ ഒരു ഡ്രൈവറെയൊക്കെ പിടികൂടി. അത്യാവശ്യം ഇതിൽ പറ്റിയത് എന്താണെന്നറിയാമോ? അപ്പോൾ മുൻകൂർ ജാമ്യത്തിന് പോകുന്ന ആള് ഒളിവിലാണ് എന്നുള്ളത് അയാൾക്കെതിരായ ഒരു തെളിവാണ്. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയുണ്ട്. കാരണം അയാൾ കുറ്റം ചെയ്തിട്ട് ഒളിവിൽ പോയിരിക്കുകയാണ്. അവിടെ നിന്നിട്ടാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നത്. മര്യാദയ്ക്ക് ഇവിടെ നിന്നിട്ടല്ല എന്നുള്ളത് അയാൾക്ക് എതിരെ വരുന്നൊരു സംഭവമാണ്. അപ്പൊ എന്താണ് മാങ്കൂട്ടത്തലിന്റെ മുമ്പിലുള്ളതെന്നറിയാമോ? ആകെയുള്ളത് കീഴടങ്ങുക എന്നുള്ളൊരു വഴി അല്ലാതെ വേറൊരു വഴിയില്ല. കാരണം കേസുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരികയാണ്. മുൻകൂർ ജാമ്യം കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതൊന്നും ആരും നോക്കിയിരിക്കേണ്ട ആവശ്യം പോലും രണ്ടാമത്തെ കേസ് വന്നതോടുകൂടി അടഞ്ഞുപോയി. അതൊരു ബലാത്സംഗ കേസാണത്. അപ്പൊ അതുകൊണ്ട് കീഴടങ്ങുക, അത് മാത്രമേ. കീഴടങ്ങിയില്ലെങ്കിൽ പോലീസ് പിടിച്ചിരിക്കും. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും ഇല്ല. കാരണം മറ്റേ ലുക്കൗട്ട് നോട്ടീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിമാനത്താവളങ്ങളിലൊക്കെ ഉണ്ട്. ഫ്രൈഡേ മൂവീസിന്റെ വിജയ് ബാബു ദുബായിലേക്ക് പോയ പോലെ പോവാനുള്ള വഴി പോലും ഇല്ല ഇതിൻ്റെ അകത്ത്. വിദേശത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോ കർണാടകത്തിൽ നിന്ന് എളുപ്പം വരാവുന്ന ഒരു സ്ഥലമാണല്ലേ വയനാട്. അവിടെ എവിടെയെങ്കിലും ഒക്കെ കാണാം. കോൺഗ്രസ്സുകാര് അവിടെയൊക്കെ ഇല്ലേ, അത്രയുണ്ട്. ഏത് കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയവരും ഒക്കെ മറ്റുള്ളവർ പിടിക്കാതെയൊക്കെ. കാരണം ആണല്ലോ, ക്രിമിനൽ ആണ് മാങ്കൂട്ടം. അപ്പൊ അതുകൊണ്ട് ആരും കാണാതെയോ അതിർത്തി വഴിയോ ബത്തേരി വഴിയോ മറ്റേ മാനന്തവാടി വഴിയോ ഒക്കെ, ബൈലക്കുപ്പയൊക്കെ ഇല്ലേ, ബൈലക്കുപ്പയൊക്കെ വഴി മാനന്തവാടിയിലേക്കൊക്കെ വന്ന് അവിടെ എവിടെയെങ്കിലും കോടതിയിലോ മറ്റോ കീഴടങ്ങുക. അതല്ലാതെ വേറൊരു വഴി ആ ക്രിമിനലിൻ്റെ മുമ്പിലില്ല. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.